ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകി. തൃശൂരിലും കോവളത്തും RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്വേഷണം. ADGPക്കൊപ്പം ഉണ്ടായിരുന്ന RSS നേതാവ് ജയകുമാറിന്റെ മൊഴിയെടുക്കും. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. റിനു, ആരോപണമുയർന്ന് 20 ദിവസങ്ങൾക്ക് ശേഷം വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എന്താണ് പ്രതികരിക്കുന്നത്? റിനു, PV Anwar MLAയും അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ ADGP MR അജിത് കുമാറിൻ്റെ RSS BJP ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ഉന്നയിച്ച 20-ാം ദിവസത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് ഈ ദത്താത്രേയ ഹൊസബുള്ള തൃശ്ശൂരിലെ RSS നേതാവ് ADGPയുമായി കൂടിക്കാഴ്ചയാൾ ദത്താത്രേയ ഹൊസബുള്ളയെ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി സഹായിച്ച ജയകുമാർ RSS നേതാവ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ DGPയുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്, 4-അംഗ സംഘം തന്നെയാണ് ഈ അന്വേഷണവും നടത്തുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ADGP MR അജിത് കുമാറിന് എതിരായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിലെ മൊഴി രേഖപ്പെടുത്തുവാൻ ഒപ്പമുണ്ടായിരുന്ന RSS നേതാവ് ജയകുമാറിന്റെ നോട്ടീസ് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ എന്നാണ് എത്തിച്ചേരുവാൻ വേണ്ടി ഡേറ്റ് എന്നാണ് എന്നുള്ളത് കൃത്യമല്ല. എന്തായാലും തിരുവനന്തപുരത്ത് എത്തി മൊഴി നൽകണമെന്നുള്ള വിവരമാണ് അദ്ദേഹത്തിന് അറിയിച്ചത്. പക്ഷേ അദ്ദേഹം സ്ഥലത്തില്ല എന്നുള്ളതാണ്, സംസ്ഥാനത്ത് തന്നെ ഇല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ RSS നേതാവിനെ തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല, തിരുവനന്തപുരത്ത് BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഈ ജയകുമാർ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒപ്പമുണ്ടായിരുന്ന ജയകുമാറും മറ്റു രണ്ടുപേരും ഇവർക്കെല്ലാവർക്കും എതിരെ നോട്ടീസ് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവർ കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തിൽ മറ്റേത് തരത്തിലുള്ള അന്വേഷണത്തിലും തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുരളീധരൻ ഉൾപ്പെടെ തൃശ്ശൂരത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവർ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ യാതൊരു അന്വേഷണത്തെക്കുറിച്ചും തങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ്. എന്തായാലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തുടരന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം DGP ശുപാർശയായി തന്നെ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹോം സെക്രട്ടറി എന്തായാലും ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച് ഹോം സെക്രട്ടറി നൽകുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGPയുടെ റിപ്പോർട്ട് DGP അംഗീകരിച്ചിട്ടില്ല. 4 ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടരന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സാധ്യതകൾ സൂചിപ്പിക്കുന്നത്.